ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 29 ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ICTയുടെ പവർ ഓഫ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ AMD കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ മാർക്കറ്റിൽ ഫോം ചെയ്യുന്നു, ഒരു പ്രൈസ് ഡെലിവറി എങ്ങനെ നടക്കുന്നു, ഈ കാര്യങ്ങളെ കുറിച്ചായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെ ICTയുടെ പവർ ഓഫ് 3 കോൺസെപ്റ്റ് വർക്കാകുന്നു, എങ്ങനെ മാർക്കറ്റിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺഫ്ലുവൻസ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്രോയിങ്സും കാര്യങ്ങളും ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. പവർ ഓഫ് 3 കോൺസെപ്റ്റിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലിയിൽ ഒരു ക്യാനിൽ എങ്ങനെ ഫോം ചെയ്യുന്നു ആ ഒരു ബേസിലായിരിക്കും നമ്മൾ പവർ ഓഫ് 3 യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഞാൻ ഫസ്റ്റ് ഡെയിലി ക്യാൻഡിൽ ഡയറക്ഷൻ ബയാസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡെയിലിയിൽ ക്യാനിൽ എങ്ങനെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതായത് നമുക്ക് ക്ലോസോ കാര്യങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യലല്ല, എങ്ങോട്ടേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പവർ ഓഫ് 3 ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ക്യാനിൽ എങ്ങനെ മൂവ്മെൻറ്റ് വരും, അപ്പ് സൈഡിലേക്ക് പോവുക, ഓപ്പണിങ്ങിന് ശേഷം ഡൗൺ സൈഡിലേക്ക് വരിക, ഈ ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ക്ലിയർ? ഈ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റിയോ നെക്സ്റ്റ് PDRO ബേസ് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി വന്നുള്ള ക്യാൻഡലിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഡെയിലി ബയാസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് പവർ ഓഫ് 3 ഈ ഒരു ബേസിൽ ട്രേഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലിയിൽ ഒരു ക്യാനിൽ എങ്ങനെ ഫോം ചെയ്യുന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ക്യാൻഡിൽ ഡയറക്ഷൻ ബയാസ്, അതായത് ഡെയിലി ഫോം ചെയ്യാനുള്ള ക്യാൻഡിലിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിങ് മാർക്ക് ചെയ്ത് വെക്കണം. ഒരു ക്യാനിലേക്ക് വരുന്ന സമയത്ത് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഉള്ളത്. ക്യാനിൽ ഓപ്പൺ ചെയ്യുന്നു, ഒരു ലോ ക്രിയേറ്റ് ആകുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ആകുന്നു, ഒരു പെർട്ടിക്കുലർ ഏരിയ വന്നിട്ട് ക്ലോസ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഈ ഒരു ക്യാനിൻ്റെ ഓപ്പണിങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പവർ ഓഫ് 3യിൽ. അപ്പോൾ ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. അതേപോലെ ഈ ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് മാർക്ക് ചെയ്ത് വെക്കുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്ക് ടൈമിലായിരിക്കും. UTC-4 ന്യൂയോർക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈം സോണിലേക്കായിരിക്കും നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടാകുക. ICTയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഏതൊരു രാജ്യത്താണെങ്കിലും നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ടൈം പീരീഡ് ചേഞ്ച് ചെയ്തിട്ട് UTC-4 ന്യൂയോർക്ക് ടൈമിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് ടൈം മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 00 ടൈമിങ്ങിൻ്റെ ബേസിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് വിചാരിക്കാം, ഒരു 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങിന് നമ്മൾ മാർക്ക് ചെയ്ത്, ഈ ഒരു ക്യാൻഡിൽ ഓപ്പണിങ് ഇതാണ്, ഈ ഒരു ക്യാൻഡിൽ ഓപ്പണിങ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും, ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ വാച്ച് ഔട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിൽ ഏതെങ്കിലും PDRO ഉണ്ടോ, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ടോ, ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടാകാം. നമ്മളൊരു ക്യാൻഡിൽ ഡയറക്ഷൻ പറഞ്ഞു അപ്പ് സൈഡിലേക്കാണ് പോവാന്ന്. അപ്പോൾ ഈ ഒരു അപ്പ് സൈഡിലേക്കുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രൈസ് ഒരു ഏരിയയിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മാനിപ്പുലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു മാനിപ്പുലേഷന് പറയുന്ന പേരാണ് ജൂഡാസിങ്. ഓക്കെ, ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, എന്നാലും നിങ്ങളൊരു കൺഫ്ലുവൻസ് ആയിട്ട് എടുത്താൽ മതി. ജൂഡാസിങ് എന്നാണ് നമ്മൾ ICTയിൽ ഒരു ഫേക്ക് മൂവ്മെൻറ്റിനെ പറയുന്നത്. പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോകാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫേക്ക് സ്വിങ്ങിനെ നമ്മൾ പറയുന്ന പേര് ജൂഡാസിങ് എന്നാണ്. ഓക്കെ, ഒരു മാനിപ്പുലേഷൻ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ക്യാൻഡലിൻ്റെ ഡൗൺ സൈഡിലേക്ക്, അതായത് ഈ ഓപ്പണിങ്ങിന് ശേഷം ഈ ഒരു വിക്ക് ക്രിയേറ്റ് ആകുന്നില്ലേ, ഈ ഒരു വിക്കിൻ്റെ ഫോർമേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓപ്പൺ ചെയ്യുന്നു, ഒരു കൺസോൾട്ടേഷൻ ചെയ്യുന്നു, അതിനുശേഷം പ്രൈസ് ഈ ഒരു ഏരിയയിൽ വന്ന് മാനിപ്പുലേറ്റിന് ശേഷം അപ്പ് സൈഡിലേക്ക് കയറി പോകാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോർമേഷനെയാണ് നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കുന്നുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഹയർ ടൈം ഫ്രെയിമിലെ PDRO അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പ്രൈസ് ഓപ്പണിങ്ങിന് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുന്നു, അതിനുശേഷം നമ്മളൊരു ജൂഡാസിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ജൂഡാസിംഗ് എന്ന് വെച്ചാൽ ഒരു ഫേക്ക് മൂവ് ആണ്, ഒരു മാനിപ്പുലേഷൻ ലെഗ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകുക. അതിനുശേഷം നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. മാർക്കറ്റ് ഒരു PDRO ടച്ച് ചെയ്തതിന് ശേഷം ഒരു MSS കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ് എനി PDRO. ഓക്കെ, ബ്രേക്കർ ബ്ലോക്ക് യൂസ് ചെയ്യാം, അതേപോലെ FEG യൂസ് ചെയ്യാം, ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതൊരു എൻട്രി കൺഫ്ലുവൻസ് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എൻട്രി ഈ ഒരു ഏരിയയിൽ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഈ സ്വിംഗ് ലോൻ്റെ താഴെയും ടാർഗറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവലും ആയിരിക്കും നമ്മൾ വെക്കുന്നുണ്ടാകുക. നെക്സ്റ്റ് ലെവലുള്ള PDRO ലിക്വിഡിറ്റി ലെവലായിരിക്കും നമ്മൾ ടാർഗറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാകുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രൈസ് ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം ഒരു കൺസോളിന് ശേഷം ഒരു ഫേക്ക് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആകുന്നു, ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യുന്നു, ഒരു വിക്ക് ക്രിയേഷൻ ചെയ്യുന്നില്ലേ, ഈ ഒരു വിക്ക് ക്രിയേഷൻ ആണ് ഒരു മാനിപ്പുലേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
ഇതൊരു അപ് ട്രെൻഡിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു എടുത്തിട്ടുള്ളത്. ഡൗൺ ട്രെൻഡ് വരുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഒരു കൺസോളിഡേഷൻ ശേഷം ഒരു മാനിപ്പുലേഷൻ വരുന്നു. അതിനുശേഷം നമുക്ക് നല്ലൊരു എന്ത് കിട്ടണം, ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി ഒരു MSS കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് PDR നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റായിട്ട് നെക്സ്റ്റ് ലെവലിലുള്ളൊരു PDRയോ അല്ലെങ്കിൽ സെൽ സൈഡ് ലിക്വിഡിറ്റിയോ ഓപ്പോസിറ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റിയിൽ നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റിയിൽ നോക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിൽ. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോട്ട് ഓൺ ചെയ്യേണ്ടത്. നമുക്ക് ഫസ്റ്റ് ഡെയിലി ക്യാൻഡിലൊരു ഡയറക്ഷൻ വേണം, ബയാസ് വേണം, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ. നെക്സ്റ്റ് നമ്മൾ ഓപ്പണിങ് മാർക്ക് ചെയ്യും. ഒരു ക്യാൻഡിൽ ഓപ്പണിങ് മാർക്ക് ചെയ്യാൻ നമ്മൾ ടൈം യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്ക് ടൈം UTC-4 ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാകുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നുണ്ടാകുക ഹൈ ടൈം ഫ്രെയിമിൽ PDRയോ ഒരു ലിക്വിഡിറ്റി സ്വീപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റോ പ്ലസ് PDR ആയിട്ട് നമ്മൾ ഏതൊരു PDRയും ഇപ്പോൾ FEG എടുക്കാം. ഈ ഒരു ഏരിയയിൽ FEG, ഓർഡർ ബ്ലോക്ക്, അതേപോലെ തന്നെ നമുക്ക് മിറ്റിഗേഷൻ ബ്ലോക്കിൻ്റെ ലെഗ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കാം. അതിനുശേഷം എൻട്രി നമ്മൾ ചെയ്യുന്നു. ടാർഗറ്റായിട്ട് നെക്സ്റ്റ് ലെവലുള്ള ലിക്വിഡിറ്റി, ഓപ്പോസിറ്റ് ലിക്വിഡിറ്റി നമ്മൾ നോക്കുന്നു, അല്ലെങ്കിൽ ഹൈ ടൈം ഫ്രെയിമിലെ PDR നോക്കുന്നു. ഇങ്ങനെയാണ് പവർ ഓഫ് 3 കോൺസെപ്റ്റ് വർക്കൗട്ട് ആകുന്നത്. ക്ലിയർ? നമുക്ക് ഈ എൻട്രിക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പീരീഡ് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലണ്ടൻ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മാനിപ്പുലേഷൻ നമുക്ക് ലണ്ടന് മുമ്പ് ഒരു 00 ടൈമിംഗ് ഓപ്പൺ ആയത് തൊട്ട് 2 മണി വരെയുള്ള ടൈമിലായിരിക്കും ഈ ഒരു ജൂഡോസിങ്, അല്ലെങ്കിൽ ഒരു 3 മണി വരെയുള്ള ടൈമിംഗ് ഉള്ളിലായിരിക്കും ഈ ഒരു ജൂഡോസിങ് ഫോം ആകുന്നുണ്ടാകുക. അതിനുശേഷം നമുക്കൊരു MSS എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഒരു കാര്യം ചാർട്ടിലേക്ക് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ യൂറോ USD ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഡെയിലിയിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലിയിൽ ക്യാനിലെ ഡയറക്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ആ ഒരു കാര്യം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഉണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇതൊരു എക്സ്പെക്ടേഷൻ നമുക്ക് വെക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ഏരിയയിലുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞുതരാം. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇതെങ്ങനെ ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ടുള്ളത്? പ്രൈസ് ഈ ഒരു ഏരിയയിൽ മിറ്റിഗേറ്റ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. പ്രൈസ് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഇതൊരു ഓൾഡ് ഹൈ ആണ്. ഓൾഡ് ഹൈയും ഓൾഡ് ലോയും ഒരു ലിക്വിഡിറ്റി ആയിട്ട് ബൈ സൈഡ് ലിക്വിഡിറ്റിയും സെൽ സൈഡ് ലിക്വിഡിറ്റിയും റിയാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു കളറൊന്ന് ഞാൻ ഡാർക്ക് ആക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഞാൻ 5 മിനിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ഏരിയ ആയിരുന്നു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയാസിൽ ഇത് നോക്കാൻ പറ്റുന്നതാണ്, അതേപോലെ ഈ ഒരു ഏരിയാസിൽ നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഒരു ഏരിയാസിലുള്ള എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കുറച്ചും കൂടി നമുക്ക് അടുത്തായിട്ട് കിട്ടുന്നത്. ഞാനിവിടെ ഓപ്പണിങ് മാർക്ക് ചെയ്യാം. ഓപ്പണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു UTC-4 ന്യൂയോർക്ക് ടൈമിലായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. ഇവിടെ വന്നിട്ട് 00 ടൈമിംഗ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 00 ടൈമിംഗ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 00 ടൈമിംഗ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ്, ഇപ്പം ഗ്രീൻ ക്യാൻഡലാണെങ്കിൽ ഡൗൺ സൈഡ് ആയിരിക്കും ഓപ്പണിംഗ് ഉണ്ടാകുക, അത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട് മാർക്കിങ് ചെയ്യാം. ഓക്കെ, ഓപ്പണിംഗ്. ഓക്കെ, 00 ടൈമിംഗ് കൂടി ഞാനൊന്ന് ആഡ് ചെയ്യാം. 00 ടൈമിംഗ്. ക്ലിയർ? അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്, ഒരു ജൂഡോസിങ് നടന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഹൈ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ച് PDRSോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. 4 hour എടുത്തിട്ടുണ്ട്. 4 hourലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഓക്കെ, ക്യാൻഡിലെ ടൈം നോക്കാം. 21. ക്ലിയർ? 21:17. ഓക്കെ, ഇതാണ് ടൈമിങ് വരിക. നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഏഷ്യൻ്റെ ഡൗൺ സൈഡിലേക്കായിട്ടൊരു എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഏഷ്യയുടെ ടൈമിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ 20 to 00 ടൈമിംഗ് ആണ്. ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ താഴെയുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തിട്ടുള്ളത് 4 hourൽ. അതേപോലെ 4 hourൽ നമുക്കിവിടെ ഒരു ഓൾറെഡി മിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇനി നമുക്ക് 1 hourലേക്ക് പോയിട്ട് എന്തെങ്കിലും PDRS ഉണ്ടോ നോക്കാം. 1 hourലായ ഒരു ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കി വരുന്ന സമയത്ത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നമുക്ക് ഓൾറെഡി ഒരു ഹൈ ടൈം ഫ്രെയിമിൽ PDR ഇട്ടുകൊണ്ട് ഓക്കെ ആക്കാം. അതിനുശേഷം നമുക്ക് 5 മിനിറ്റ്സിലേക്ക് വരാം. ഓക്കെ, 5 മിനിറ്റ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡെയിലി ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് സൈഡേക്കാണ് നമ്മൾ ക്യാൻഡിൽ എക്സ്പെക്ട് ചെയ്യുന്ന, അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം വരുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റിൽ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജൂഡോസിങ് ആണ്. ജൂഡോസിങ് എന്ന് വെച്ചാൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകുക.
അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഡൗൺ സൈഡിലേക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെൻറ്റം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ലിക്വിഡിറ്റി സ്വീപ്പ്, ഏഷ്യയുടെ ഹൈയും ലോയും എപ്പോഴും ഒരു ലിക്വിഡിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഈ ഒരു ലോ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഏഷ്യയുടെ ലോ ഞാൻ ലിക്വിഡിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമുക്കൊരു കൺഫ്ലുവൻസ് ആയിട്ട് 4 ഹവറിൻ്റെ ഒരു ഓപ്പൺ മിറ്റിഗേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് എൻട്രി എടുക്കണം എന്നല്ല, ഇതെല്ലാം ഒരു കൺഫ്ലുവൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഡെലിവറി നടന്നത്, അതായത് പ്രൈസിൽ ഈ ഒരു കൺസിക്യൂട്ടീവ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നു. പ്രൈസ് ഇവിടുന്ന് ഒരു റിയാക്ഷൻ തന്നു, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതിന് റിയാക്ഷൻ തന്നു, പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ, ഇതൊരു MSS ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ ക്രൈറ്റീരിയാസ് എന്തെല്ലാം ഒന്നുകൂടി നമുക്ക് നോക്കാം. ഡെയിലി നമ്മൾ ഒരു ഏരിയ കണ്ടുപിടിച്ച് നമുക്ക് ബുള്ളിഷ് ആണുള്ളത്. ഓപ്പണിംഗ് നമ്മൾ മാർക്ക് ചെയ്തു, ഹൈ ടൈം ഫ്രെയിമിലെ ലിക്വിഡിറ്റി മാർക്ക് ചെയ്തു, അതേപോലെ തന്നെ PDRയും. നമുക്ക് ലിക്വിഡിറ്റിയോ PDR ഏതെങ്കിലും ഒന്നായിട്ട് കിട്ടിയാൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് PDRയും കിട്ടിയിട്ടുണ്ട്, അതേപോലെ ലിക്വിഡിറ്റി സ്വീപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. ഏഷ്യയുടെ ലോ ആണ് ഞാൻ ലിക്വിഡിറ്റി സ്വീപ്പിന് വേണ്ടിയിട്ട് ഇവിടെ കൺഫ്ലുവൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ഇനി PDR കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ ഒരു PDR ആയിട്ട് അപ്സൈഡിലുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഡൗൺ സൈഡിൽ PDRസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിലെല്ലാം എൻട്രി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി മിസ്സായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എൻട്രി മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അഗ്രസീവായിട്ട് എൻട്രി എടുക്കാനും പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ബ്രേക്കർ ബ്ലോക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ബ്രേക്കർ ബ്ലോക്ക് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചാനലിൽ. അവിടെ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്വിംഗ് ലോ തന്നെ എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് അടിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽസിലേക്കെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിലും വരാൻ ചാൻസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോ നമുക്ക് സ്റ്റോപ്പ് ഔട്ട് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് നമുക്ക് ലെഫ്റ്റ് ലെവൽ ഈ ഒരു ഏരിയ വരെ നോക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഒരു 1:2 കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ട്രേഡും കാര്യങ്ങളും പവർ ഓഫ് 3ന്റെ ബേസിൽ എൻട്രീസ് നോക്കുന്നുണ്ടാവുക. ക്ലിയർ, ഓപ്പണിങ്, അതേപോലെ ഒരു ജൂഡോസിങ്, ഹൈ ടൈം ഫ്രെയിം PDR, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, നെക്സ്റ്റ് എന്താ പറയുക FEG ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടുന്നു. ആ ഒരു ഏരിയയിൽ മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുന്നു. വേറൊരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവാം. നമുക്ക് ഇന്നത്തെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ഹൈ നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഈക്വൽ ഹൈസ് ഉണ്ട്, അതേപോലെ ഇതൊരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയിലാണ്. ഓക്കെ, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എന്താ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇന്നത്തെ ഓപ്പണിംഗ് കാര്യങ്ങളിലൊന്നും മാർക്ക് ചെയ്യാം. 5 മിനിറ്റ്സിൽ പോയിട്ട് 5 മിനിറ്റ്സിലേക്ക് ഞാൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് വരുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് ഓപ്പണിംഗ് വരുന്നത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഓപ്പണിംഗ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ ആയിരിക്കും ഓപ്പണിംഗ് ആയിട്ട് വരുന്നുണ്ടാകുക. അതിനുശേഷം നമുക്ക് വേണ്ട എന്താണ്, നമ്മുടെ ഡെയിലി ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്കാണ്. ഈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഉള്ള ലെവൽസിലേക്കാണ് നമ്മൾ എക്സ്പെക്ടേഷൻ ഉള്ളത് അല്ലേ. നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കായിരിക്കും നമ്മൾ ടാർഗറ്റും കാര്യങ്ങൾ എയിം ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ജൂഡോസിങ് കൂടി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഏരിയ നമുക്കൊരു ജൂഡോസിങ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ആണ്. ക്ലിയർ, അതേപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡിറ്റി, ഈ ഒരു ലോ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം ഈ ഒരു ഏരിയാസിൽ എൻട്രി കിട്ടിയിട്ടാണ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. ക്ലിയർ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയസിൽ നമുക്ക് എൻട്രിയും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അല്ലേ. ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തിട്ട് അപ്പ് സൈഡ് വരെ ടാർഗറ്റും ഈ ഒരു ലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് 1 ഹവറിലേക്ക് പോയിട്ട് എന്തെങ്കിലും PDRസോ കാര്യങ്ങൾ ഉണ്ടാ നോക്കാം. അതേപോലെ എൻട്രി എങ്ങനെ എടുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായി. ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിന്റെ എല്ലാം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൾറെഡി മിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണ്. നമുക്ക് വേറൊരു കൺഫ്ലുവൻസ് ആയിട്ട് എടുക്കലാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം നോക്കുന്ന സമയത്ത് ഈ ഒരു ലോ തൊട്ട് ഈ ഒരു ഹൈ വെക്കലാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു PDR ആയിട്ട്, ഈ ഒരു ഡിസ്കൗണ്ട് അറേ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു അപ്പ് മൂവിന്റെ മുന്നുണ്ടായിരുന്ന ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്കിത് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയസിൽ നിന്നാണ് നമുക്ക് ബൈ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ക്ലിയർ, അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയ ഏരിയ ഒന്നുകൂടി കാണിച്ചു തരാം. പ്രൈസ് ഒരു കൺസോളിഡേഷൻ നടത്തുന്നു ഓപ്പണിങ്ങിന് ശേഷം, അതിനുശേഷം ഒരു മാനിപ്പുലേഷൻ വരുന്നു. ഇവിടെ നിന്ന് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നു. എൻട്രി ആയിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് ഈ സ്വിങ്ങിന്റെ താഴെയോ വെക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവൽ നോക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ പവർ ഓഫ് 3 കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെയിലി ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്യുന്നു ആ ഒരു ബേസിലായിരിക്കും നമ്മൾ ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യുന്നുണ്ടാകുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന്റെ ആന്റിസിപ്പേഷൻ ബേസിൽ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എല്ലാം കിട്ടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആയാൽ നിങ്ങളൊരു സ്ട്രാറ്റജി എന്നുള്ള ഒരു ഫോർമേഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതേപോലെ നിങ്ങൾ വേറെ സ്ട്രാറ്റജീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജീന്റെ ബേസിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു എൻട്രി നോക്കുന്ന ടൈം നമുക്ക് ലണ്ടൻ കിൽ സോണിൽ നോക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു 2 o'clock തൊട്ട് ഈ ഒരു 5 o'clock വരെയുള്ള ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നമുക്ക് എൻട്രീസും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ICTയുടെ കിൽ സോൺ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ അല്ലേ. അപ്പോൾ ഈ ഒരു കിൽ സോണിൻ്റെ അകത്ത് നമുക്കൊരു എൻട്രി കിട്ടലാണെന്നുണ്ടെങ്കിൽ അതൊരു ഹൈ പ്രോബിലിറ്റി എൻട്രി ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ ഒരു ടൈം ആയിരിക്കും മാർക്കറ്റിൽ കൂടുതൽ വോളിയം കാര്യങ്ങളും വരുന്നുണ്ടാകാം. ക്ലിയർ? അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ പവർ ഓഫ് 3 കോൺസെപ്റ്റിന്റെ ബേസിൽ നമുക്ക് എൻട്രിയും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പിൽ ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു ഡിസ്കോഡ് ചാനൽ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ചാനൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.